ബംഗ്ലാദേശിൽ ഹിന്ദുക്കൾക്കെതിരെ നടക്കുന്ന അതിക്രമങ്ങളിൽ ഇടക്കാല സർക്കാരിനെതിരെ ആഞ്ഞടിച്ച് RSS രംഗത്ത്. മുഹമ്മദ് യൂനസ് സർക്കാർ മനഃപൂർവ്വം ഹിന്ദുക്കൾക്കെതിരെ അതിക്രമം അഴിച്ചുവിടുകയാണ്. ചർച്ചകൾ ഫലം കണ്ടില്ലെങ്കിൽ ഭാരതം മറ്റു വഴികൾ തേടണം. മുഗൾ ഭരണത്തെ ഓർമ്മിപ്പിക്കുന്നതാണ് ബംഗ്ലാദേശിലെ ഹിന്ദു വംശഹത്യയെന്ന് അഖില ഭാരതീയ പ്രചാർ പ്രമുഖ് സുനിൽ അംബേദ്കറിന്റെ വാക്കുകളാണ് ഇത്. ബംഗ്ലാദേശിലെ ആക്രമണങ്ങളെ അപലപിച്ച് നാഗ്പൂരിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നോബൽ പുരസ്കാര ജേതാവ് ഭരിക്കുന്ന രാജ്യത്താണ് അതിക്രമങ്ങൾ നടക്കുന്നതെന്ന് അദ്ദേഹം വിമർശിച്ചു. ഇസ്ലാമിസ്റ്റുകൾ അധികാരത്തിൽ ഇരിക്കുന്നത് പാകിസ്ഥാൻ അടക്കമുള്ള രാജ്യങ്ങളിൽ ഇതാണ് സ്ഥിതി. ചർച്ചയിലൂടെ പ്രശ്നം പരിഹരിക്കണമെന്നാണ് RSSന്റെ നിലപാട്. എന്നാൽ ചർച്ച എത്ര നാൾ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുമെന്നും ജമ്മു കാശ്മീരിൽ ചർച്ചകൾ കൊണ്ട് യാതൊരു പ്രയോജനവും ഉണ്ടായിട്ടില്ല. വിട്ടുവീഴ്ച ചെയ്യാൻ ശ്രമിക്കുമ്പോഴൊക്കെ ഭാരതം തിരിച്ചടി നേരിടുന്നു. അതിന്റെ ഫലമായി പാക് അധിനിവേശ കാശ്മീർ പോലുള്ള തന്ത്രപ്രധാനമായ പ്രദേശങ്ങൾ നമുക്ക് നഷ്ടപ്പെട്ടു. അടിക്ക് തിരിച്ചടി എന്ന തരത്തിൽ കൃത്യമായ നിലപാട് കൊണ്ടുപോകുമ്പോഴാണ് ആർട്ടിക്കിൾ 370 മരവിപ്പിക്കുവാനും ജിഹാദികളെ മര്യാദ പഠിപ്പിക്കാൻ കഴിഞ്ഞതും. കാശ്മീരിൽ ഭാരതത്തിന്റെ ജനാധിപത്യം സ്ഥാപിക്കാൻ സാധിച്ചതും ഇതിലൂടെയാണ്. ജമ്മു കാശ്മീർ മാതൃകയിലുള്ള നയം ബംഗ്ലാദേശിന് വേണ്ടി ആവശ്യമാണെങ്കിലും രൂപീകരിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. നവംബർ 30-ന് സർക്കാര്യവാഹക് ദത്താത്രേയ ഹെസബോള ബംഗ്ലാദേശിൽ ഹിന്ദു വംശഹത്യ അവസാനിപ്പിക്കണമെന്ന് പ്രസ്താവനയിലൂടെ ആവശ്യപ്പെട്ടിരുന്നു. അതിനുശേഷവും ഹിന്ദുക്കൾക്കും ക്ഷേത്രങ്ങൾക്കും നേരെ നടക്കുന്ന അതിക്രമങ്ങൾക്ക് അറുതി ഉണ്ടായിട്ടില്ല. തുടർന്നാണ് കൃത്യമായ ഇടപെടൽ ആവശ്യമാണ് എന്ന സന്ദേശം നാഗ്പൂരിൽ നിന്നുണ്ടായത്. ബംഗ്ലാദേശിലെ ജിഹാദികൾക്കുള്ള ശക്തമായ താക്കീത് കൂടിയായിരുന്നു ഇത്. അതേസമയം ബംഗ്ലാദേശിൽ ഹിന്ദുവേട്ട നടക്കുന്നുവെന്ന റിപ്പോർട്ടുകൾ സ്ഥിരീകരിച്ചുകൊണ്ട് ബംഗ്ലാദേശ് ഭരണകൂടം തന്നെ രംഗത്ത് വന്നിരുന്നു. ഓഗസ്റ്റ് 5 മുതൽ ഒക്ടോബർ 22 വരെയുള്ള കണക്കുകൾ പ്രകാരം 88 കേസുകൾ രജിസ്റ്റർ ചെയ്തതായും ഇതുമായി ബന്ധപ്പെട്ട് 70ഓളം പേർ അറസ്റ്റിലായതായും ബംഗ്ലാദേശ് സർക്കാർ വ്യക്തമാക്കുന്നു. ഇടക്കാല സർക്കാരിനെ നയിക്കുന്ന മുഹമ്മദ് യൂനസിന്റെ പ്രസ് സെക്രട്ടറിയായ ഷാഫിഉൽ അലം ആണ് ഇതു സംബന്ധിച്ച വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുന്നത്. തുടർച്ചയായ ബംഗ്ലാദേശിൽ ഹിന്ദുക്കൾക്കെതിരായ അതിക്രമം തുടരുന്ന സാഹചര്യത്തിലാണ് ഇപ്പോൾ ബംഗ്ലാദേശ് തന്നെ ഇക്കാര്യങ്ങൾ വ്യക്തമാക്കി രംഗത്ത് വന്നിരിക്കുന്നത്. അതിനോടനുബന്ധിച്ചുള്ള വിശദാംശങ്ങൾ ഇങ്ങനെയാണ്. ന്യൂനപക്ഷങ്ങൾക്കെതിരായ ആക്രമണങ്ങളും സംഘർഷവും വടക്കു കിഴക്കൻ സുനംഗഞ്ചിലും മധ്യ ഗാസാപൂരിലും കൂടുതലാണ് എന്ന് പ്രസ് സെക്രട്ടറി വ്യക്തമാക്കി. ആക്രമണത്തിന് ഇരയായവരിൽ മുൻ ഭരണകക്ഷിയുടെ പ്രവർത്തകരായ ചിലരുണ്ട് എന്നും അദ്ദേഹം വ്യക്തമാക്കുന്നു. പോലീസ് ഉചിതമായ നടപടി സ്വീകരിക്കുന്നുണ്ടെന്നായിരുന്നു പ്രസ് സെക്രട്ടറിയുടെ അവകാശവാദം. വിദേശകാര്യ സെക്രട്ടറിയായ വിക്രം മിശ്രി ഡിസംബർ 9 ബംഗ്ലാദേശ് നേതൃത്വവുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ രാജ്യത്തെ ന്യൂനപക്ഷങ്ങൾക്കെതിരായ ആക്രമണങ്ങളെക്കുറിച്ചും ചർച്ച ചെയ്തിരുന്നു. ബംഗ്ലാദേശിലെ ന്യൂനപക്ഷങ്ങളുടെ സുരക്ഷയും ക്ഷേമവുമായി ബന്ധപ്പെട്ട് ഇന്ത്യക്കുള്ള ആശങ്കകൾ അറിയിക്കുകയും ചെയ്തിരുന്നു. ഇതിനു പിന്നാലെയാണ് പ്രസ് സെക്രട്ടറി മാധ്യമങ്ങളോട് ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയിരിക്കുന്നത്. അതേസമയം ഹിന്ദുക്കൾക്കെതിരായ ആക്രമണത്തിൽ ബംഗ്ലാദേശ് നിലപാട് വ്യക്തമാക്കി. അത് പറയണമെന്ന് ഇന്ത്യ കഴിഞ്ഞ ദിവസം കൂടെ അറിയിച്ചിരുന്നു. ബംഗ്ലാദേശ് സന്ദർശനത്തിനിടെ രാജ്യത്തെ ഇടക്കാല ഭരണാധികാരി മുഹമ്മദ് യൂനസിനെ കണ്ട വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രിയാണ് ഇക്കാര്യം ആവശ്യപ്പെട്ടത്. രാജ്യത്ത് അക്രമം തുടരുന്നത് മേഖലയിൽ അസ്ഥിരത ഉണ്ടാക്കുമെന്നും ബംഗ്ലാദേശ് ക്രിയാത്മക സമീപനം സ്വീകരിക്കണമെന്നും ഇന്ത്യ ആവശ്യപ്പെട്ടു. അതേസമയം മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയ്ക്ക് അഭയം നൽകിയതിൽ ഇന്ത്യയോടുള്ള അതൃപ്തി മുഹമ്മദ് യൂനസ് വിക്രം മിശ്രിയെ അറിയിക്കുകയും ചെയ്തു. തങ്ങളുടെ ആഭ്യന്തര കാര്യങ്ങളിൽ ഇന്ത്യ ഇടപെടരുതെന്നും യൂനസ് പറഞ്ഞതായാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. കഴിഞ്ഞ ദിവസമാണ് ബംഗ്ലാദേശിലെ താൽക്കാലിക സർക്കാരിന്റെ തലവൻ മുഹമ്മദ് യൂനിസുമായി ഇന്ത്യൻ വിദേശകാര്യ സെക്രട്ടറിയായ വിക്രം മിശ്രി കൂടിക്കാഴ്ച നടത്തിയതും. രാജ്യത്ത് ന്യൂനപക്ഷങ്ങൾക്കെതിരായും ആരാധനാലയങ്ങൾക്കെതിരായും നടക്കുന്ന അക്രമങ്ങളും സന്യാസിമാർക്കെതിരായി നടക്കുന്ന നടപടികളും സംബന്ധിച്ച് ഇന്ത്യയുടെ ആശങ്ക വിദേശകാര്യ സെക്രട്ടറി മുഹമ്മദ് യൂനിസിനെ അറിയിക്കുകയും ചെയ്തു. പിന്നാലെ സന്ദർശനം പൂർത്തിയാക്കി അദ്ദേഹം ദില്ലിയിലേക്ക് മടങ്ങുകയും ചെയ്തു. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.